ആധുനിക വ്യവസായ വിപ്ലവത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തമായ ഒരു തൊഴിൽ മേഖലയാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്. വലിയ വലിയ രാസവള വ്യവസായശാലകളും അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് നിർമ്മാണശാലകളും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയും അടക്കമുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയും അടക്കമുള്ള വലിയ സാധ്യതകൾ മനുഷ്യാധ്വാനത്തെ പരമാവധി കുറച്ചുകൊണ്ട് വളരെ സ്മാർട്ട് മെഷീനറികളുടെ ഓപ്പറേഷനിലൂടെ വ്യാവസായിക രംഗത്തെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് എങ്ങനെ പോകാമെന്ന ചിന്തയുടെ ഉത്തരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ സാധ്യതകളുടെ ലോകം കൂടെ തുറക്കുന്ന ഇൻസ്ട്രുമെൻറ്റേഷൻ്റെയും കൺട്രോൾ യൂണിറ്റുകളുടെയും ഒക്കെ നിയന്ത്രണങ്ങൾ നിർവഹിക്കുന്ന അതിൻ്റെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ മേഖലയിൽ പ്രവർത്തിക്കാൻ സാധ്യതകൾ ഒരുക്കുന്ന ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്. വലിയ വ്യവസായശാലകളിൽ മനുഷ്യാധ്വാനത്തിന് പലപ്പോഴും അതിൻ്റെ പെർഫെക്ഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നിലവാരം സമ്മാനിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ അളവിൽ ഒക്കെ ഓരോ ആപ്ലിക്കേഷനും നടത്താൻ കഴിയുന്ന, മർദ്ദവ്യത്യാസങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന, വാട്ടർ ഫ്ലോ അടക്കമുള്ള വിവിധ ഫ്ലൂയിഡ് ഫ്ലോകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന, ഓയിൽ ആൻഡ് ഗ്യാസ് പോലുള്ള അപകടകരമായ സാഹചര്യങ്ങളിൽ മനുഷ്യൻ്റെ സ്വാധീനം മാക്സിമം കുറയ്ക്കുന്ന തരത്തിലുള്ള പ്രവർത്തന മേഖലകൾ ഒരുക്കുന്ന ഒരു പഠന തൊഴിൽ മേഖലയാണ് ഇൻസ്ട്രുമെൻറ്റേഷനും കൺട്രോൾ എഞ്ചിനീയറിങ്ങും. ഇവിടെ നമ്മൾ സാധാരണ രീതിയിൽ വലിയ വ്യവസായശാലകൾ എന്നതിനപ്പുറത്തേക്ക് ഒരു ചെറിയ വീടിനുള്ളിൽ പോലും നമ്മൾ പലപ്പോഴും ഇത്തരം തൊഴിൽ മേഖലകളുടെ, ഇത്തരം പഠന മേഖലകളുടെ ആപ്ലിക്കേഷൻ കാണാൻ കഴിയും. ഒരു എയർ കണ്ടീഷണർ പ്രവർത്തിക്കുന്ന, അതേപോലെ തന്നെ ഒരു ഫ്രിഡ്ജ് പ്രവർത്തിക്കുന്ന, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ ഉപയോഗത്തോടുകൂടെ പ്രവർത്തിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെൻറ്റുകൾ, ഉദാഹരണത്തിന് ഷുഗർ മോണിറ്ററിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള ബയോമെഡിക്കൽ എക്യുപ്മെൻറ്റുകൾ, ഇവയുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം പലപ്പോഴും ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ പ്രവർത്തനങ്ങൾ ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്തിയാണ് പ്രവർത്തിക്കുക. വെൻറ്റിലേഷനും അതുപോലെ തന്നെ ഹീറ്റ് വെൻറ്റിലേഷനും AC-യും ഒക്കെ അടങ്ങുന്ന പ്രവർത്തന മേഖലകൾ. പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അത് വ്യവസായശാലകളായാലും കൊമേഴ്ഷ്യൽ കോംപ്ലക്സുകളായാലും വീടുകളായാലും ഒക്കെ പ്രവർത്തിപ്പിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഹീറ്റിൻ്റെയും വെൻറ്റിലേഷൻ്റെയും ഒക്കെ കൺട്രോൾ, അതുപോലെ തന്നെ എയർ കണ്ടീഷനിങ്ങിൻ്റെ ഒക്കെ നിയന്ത്രണം, ഇതെല്ലാം നിർവഹിക്കുന്നതിന് ഈ പറയുന്ന വലിയ തൊഴിൽ മേഖലകൾക്കൊപ്പം തന്നെ ചെറിയ തൊഴിൽ മേഖലകളിലും വളരെയധികം ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വീടുകളിലായാലും വ്യവസായശാലകളിലായാലും കൊമേഴ്ഷ്യൽ കോംപ്ലക്സുകളിലായാലും ഉപയോഗിക്കുന്ന ഫയർ പ്രിവെൻഷൻ സിസ്റ്റം, അതേപോലെ തന്നെ ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്മോക്ക് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അലാം അടിക്കുന്ന തരത്തിലുള്ള ഡിറ്റക്ഷൻ സിസ്റ്റങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ ഫയർ തെഫ്റ്റ് അലാം പോലെയുള്ള മേഖലകൾ, ഇവിടെയൊക്കെ ഈ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ സാധ്യതകളെ നമുക്ക് കാണാൻ കഴിയും. ഉപയോഗപ്പെടുത്തുന്ന മേഖലകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. വലിയ വലിയ എയർക്രാഫ്റ്റുകളെ നിയന്ത്രിക്കുന്ന, അതിൻ്റെ സഞ്ചാരപഥങ്ങളെ നിയന്ത്രിക്കുന്ന, സെൻസറുകളെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള മേഖലകൾ. ഒരു വലിയ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ അവിടെ കാറിൻ്റെ ഓരോ ഭാഗങ്ങളും കൃത്യമായിട്ട് അസംബിൾ ചെയ്യുന്നതിന് മാനുഷിക അധ്വാനം വളരെ കുറയുന്നതായി നമുക്ക് കാണാം. മെഷീനറികളെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന മേഖലകൾ. വലിയ രാസവള നിർമ്മാണശാലകൾ, ഓയിൽ ആൻഡ് ഗ്യാസ് നിർമ്മാണശാലകളിലൊക്കെ അപകടകരമായ രാസ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ മനുഷ്യൻ്റെ സാമീപ്യം അവിടെ നമുക്കധികം ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല. അങ്ങനെയുള്ള മേഖലകളിൽ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ ആപ്ലിക്കേഷനുകൾ നടത്തുന്നതിന് ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും കാലഘട്ടത്തിൻ്റെ പ്രസക്തമായൊരു തൊഴിൽ സാധ്യതയായി ഇൻസ്ട്രുമെൻറ്റേഷനെയും കൺട്രോൾ യൂണിറ്റിനെയും നമുക്ക് കാണാൻ കഴിയും. ഗ്രീൻ എനർജിയുടെയും ഗ്രീൻ ഇക്കോണമിയുടെയും അതുപോലെ തന്നെ സ്മാർട്ട് ഇൻഡസ്ട്രീസിൻ്റെയും ഒക്കെ ഒരു ലോകം. അവിടെ വലിയ സ്വാധീനമാണ് കൺട്രോൾ യൂണിറ്റുകൾക്കും അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷനും ചെലുത്താൻ കഴിയുക. വളരെ വലിയ തോതിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ സ്വാധീനത്തെ അതിനപ്പുറത്തേക്ക് മനുഷ്യൻ്റെ കൈകൾ, കാരണം മനുഷ്യൻ്റെ അധ്വാനം വളരെ കുറച്ച് ഉപയോഗപ്പെടുത്തി അവൻ്റെ പ്രൊഡക്ടിവിറ്റിയെ മറ്റു മേഖലകളിൽ കൂടുതലായി ഉപയോഗപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരു തൊഴിൽ സംസ്കാരത്തിൻ്റെ ലോകത്തേക്കാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പല തൊഴിൽ മേഖലകളിൽ മനുഷ്യനെ റീപ്ലേസ് ചെയ്യുമ്പോൾ മനുഷ്യനെ നേരിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ സ്വാഭാവികമായിട്ടും നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഇൻസ്ട്രുമെൻറ്റേഷൻ മെഷീനറികൾ, അതിൻ്റെ എക്യുപ്മെൻറ്റ് ഫിക്സേഷൻ, അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റലേഷൻ, ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ സർവീസ് ആൻഡ് ഓപ്പറേഷൻ തുടങ്ങിയ മേഖലകളിലൊക്കെ തൊഴിൽ സാധ്യതകളേറെയാണ്. ITI മുതൽ പോളിടെക്നിക്ക് മുതൽ മുകളിലേക്ക് നിരവധി സാധ്യതകളുള്ള പഠന മേഖല കൂടിയാണിത്.
ITI ചെയ്യുന്ന ഒരാൾക്ക് അതിനുശേഷം വേണമെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമയ്ക്ക് ചേരുന്നതിനും പോളിടെക്നിക് ഡിപ്ലോമ കഴിഞ്ഞ ഒരാൾക്ക് വീണ്ടും നമുക്ക് BTech എടുക്കുന്നതിന് ലാറ്ററൽ എൻട്രിയിലൂടെ ജോയിൻ ചെയ്യുന്നതിനും അതിനുശേഷം MTech പഠിക്കുന്നതിനുമുള്ള ഒരു സ്ട്രീമുണ്ട്. അതല്ലെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമയ്ക്ക് നേരിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് ചേർന്നൊരു കുട്ടിക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിച്ചതിന് ശേഷം അവിടുന്ന് ലാറ്ററൽ എൻട്രിയിലൂടെ BTechഉം BTechന് ശേഷം MTech എന്നുള്ള സ്ട്രീമിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഇനി അതുമല്ലെങ്കിൽ നേരിട്ട് +2 കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് നേരിട്ട് BTechന് ചേർന്നിട്ട് MTech എന്നുള്ള സ്ട്രീമിലേക്ക് പോകാൻ കഴിയുന്നു. ഗവേഷണവും വികസനവുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഏരിയയിൽ സാധ്യതകൾ ധാരാളമാണ് ഈ ഒരു തൊഴിൽ മേഖലയ്ക്ക്. അത് വളരെ ഭംഗിയായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. നമ്മുടെ കുട്ടികളുടെ ചിന്താശേഷി, അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ ഇന്നൊവേഷൻ സ്കിൽ, അതുപോലെ തന്നെ കാലികമായിട്ടുള്ള ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓരോ മെഷീനറിയും കാലം മാറുന്നതിനനുസരിച്ച് റൈസ് ചെയ്യുന്ന പുതിയ ഡിമാൻഡുകൾക്കനുസരിച്ച് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഉള്ള തയ്യാറെടുപ്പുകൾ, ഇങ്ങനെയുള്ള നിരവധി സാധ്യതകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. അത്തരത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് വളരെ പ്രീമിയമായിട്ടുള്ള അനവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നമുക്ക് ലഭ്യമാണ്. NITയും IITയും IISTയും പോലുള്ള സ്ഥാപനങ്ങൾ നമുക്ക് ധാരാളമുണ്ട്. അതേപോലെ തന്നെ ധാരാളം സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്, സ്വകാര്യ യൂണിവേഴ്സിറ്റികളുണ്ട്, ഗവൺമെൻറ് കോളേജുകൾക്കും സർക്കാർ യൂണിവേഴ്സിറ്റികൾക്കും പുറമെ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാൻ താല്പര്യമുള്ളവർ എപ്പോഴും അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ മുൻകൂട്ടി നടത്തണം. അവരുടെ ഈ ഒരു ഇലക്ട്രോണിക്സിൻ്റെയും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഒക്കെ മെഷീൻ ലേണിങ്ങിൻ്റെയും ഒക്കെ ആപ്ലിക്കേഷൻസ് വളരെയധികം ഉപയോഗപ്പെടുത്തുമ്പോൾ റോബോട്ടിക് സയൻസിൻ്റെ ലോകത്തൊക്കെ ഈ ഒരു റോബോട്ടിക് ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഒരു ഹ്യൂമനോയിഡ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന മേഖലകൾ നോക്കുമ്പോൾ അവിടെയൊക്കെ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ വലിയ സാധ്യതകളാണ് നമുക്ക് കാണാൻ കഴിയുക. അവിടെയൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് നോക്കുമ്പോൾ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് റോബോട്ടിക് സയൻസ് എന്ന് പറയുന്നത്. ഏതാണ്ട് 15% വാർഷിക വളർച്ചാ നിരക്ക് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു തൊഴിൽ മേഖല. അതുപോലെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി നോക്കിയാൽ അവിടെയും ഒരു 8% വാർഷിക വളർച്ചാ നിരക്ക് നമുക്ക് കാണാൻ കഴിയും. ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന തൊഴിൽ മേഖലയുടെ അവസരങ്ങൾ, അങ്ങനെ നിരവധി മേഖലകൾ. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി നോക്കുമ്പോഴും അവിടെയും വളരെ ഫാസ്റ്റ് മൂവിങ് ആയി ഒരു 10 to 12% ആനുവൽ ഗ്രോത്ത് റേറ്റ് നമുക്ക് കാണാൻ കഴിയുന്ന, വാർഷിക വളർച്ചാ നിരക്ക് ലോകമെമ്പാടും കാണാൻ കഴിയുന്ന, ഒരുപക്ഷെ അതിനേക്കാൾ കൂടിയൊരു നിരക്ക് നമുക്ക് കേരളത്തിൽ ഇന്ത്യയിൽ കാണാൻ കഴിയുന്ന. കാരണം നമുക്ക് ഇന്ത്യയിലെയും കേരളത്തിലെയും ഒക്കെ ഇത്തരത്തിലുള്ള വ്യാവസായിക മേഖലകളിൽ കൂടുതൽ സാധ്യതകൾ, കാരണം വളരെ ചുരുങ്ങിയ സ്ഥലത്ത് വലിയ തോതിലുള്ള പ്രൊഡക്ഷൻ നടത്താൻ കഴിയുന്ന രീതിയിലേക്ക് മൈക്രോ ഇൻഡസ്ട്രി അല്ലെങ്കിൽ വളരെ ഹെവി എക്യുപ്മെൻറ്റ് നിർമ്മിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ വളരെ ചെറിയ മെഡിക്കൽ എക്യുപ്മെൻറ്റ് എന്നുള്ള മേഖലകളിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപിച്ചിട്ടുള്ള പുതിയ മെഡിക്കൽ എക്യുപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പാർക്കുകൾ, അതുപോലെ തന്നെ നമ്മുടെ വിവിധ മേഖലകളിൽ കാണാൻ കഴിയുന്ന വിവിധ സോഫ്റ്റ്വെയറുകളുടെയും ഹാർഡ്വെയറുകളുടെയും പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ചേരുന്ന വിവിധങ്ങളായിട്ടുള്ള തൊഴിൽ സാധ്യതകളുടെ വലിയൊരു ലോകമാണ് യഥാർത്ഥത്തിൽ ഇൻസ്ട്രുമെൻറ്റേഷനും കൺട്രോൾ എഞ്ചിനീയറിങ്ങും ചേർന്ന് നമുക്കൊരുക്കുന്നത്. സ്പേസ് ക്രാഫ്റ്റും മറ്റ് ഇൻഡസ്ട്രികളിലും ഒക്കെയുള്ള ഈ അവസരത്തിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും കടന്നു ചെല്ലുന്നതിന് തയ്യാറെടുക്കാം.